ഹായ്, ഐ എം കിഷോർ രാജ്മോഹൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് റവന്യൂ ഡെഫിസിറ്റ്, അതുപോലെ പ്രൈമറി ഡെഫിസിറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിസിൽ എങ്ങനെയാണ് നമുക്കൊരു ബഡ്ജറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബഡ്ജറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കേരള ബഡ്ജറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ കേരള ബഡ്ജറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ലിങ്ക് PRS ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൻ്റെയാണ്. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നമുക്കറിയാം, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വോളിമിനസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് വളരെയധികം പേജസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരു സ്നാപ്പ് ഷോട്ട് ആയിട്ട് അതിലെ കീ ടേക്ക് അവേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് അനാലിസിസ് ആണ് ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ എന്ത് വീഡിയോയിൽ അതെങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ വെബ് പേജിൻ്റെ ലിങ്ക്, ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ അത് വെബ്സൈറ്റിലൂടെ അത് പ്രീവിയസ് ബഡ്ജറ്റ് അനാലിസിസ് എല്ലാം അതിന് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് നമുക്ക് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബഡ്ജറ്റ് അനാലിസിസ് 2020-21. The Finance Minister Dr. T.M. Thomas Isaac presented the budget for Kerala for financial year 2020-21 on February 7, 2020. Budget highlights the gross state domestic product of Kerala for 2021 at current prices is projected to be rupees 9,78,064 crores. This is 12.2% higher than the revised estimate for 2019-20. അപ്പോൾ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ GDP എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിൻ്റെ ശേഷിയെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളത് GDP എന്നാണ് പറയുന്നത്. GSDP എന്ന് പറയുമ്പോൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തമായിട്ടുള്ള വരുമാനം, അതിൽ സമസ്ത മേഖലകളിലൂടെയും അതിന് ഉണ്ടാക്കാൻ സാധിച്ച വരുമാനം, സേവനങ്ങളിലൂടെയും മറ്റ് പ്രൊഡക്ഷൻ, അതുപോലുള്ള അഗ്രികൾച്ചർ, ഇതിലൂടെ എല്ലാം ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നേടാൻ സാധിച്ചാണ് GSDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് നേടാൻ സാധിക്കുന്ന ആ വരുമാനത്തെയാണ് നമ്മൾ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള ഫോർ 2020-21 ആൻഡ് കറണ്ട് പ്രൈസസ്. കറണ്ട് പ്രൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസാണ്. നമുക്കറിയാം ടൈം വാല്യൂ ഓഫ് മണി, ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കറണ്ട് പ്രൈസസ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈസ് പ്രൊജക്റ്റഡ് ടു ബി 9,78,064 crores. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് 2020-21 നമുക്ക് നമ്മുടെ വരുമാനം, നമ്മുടെ മൊത്തം GSDP 9,78,064 crores ആണെന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ വർഷത്തെ 2019-20 നമ്മൾ 19-20 എന്ന് പറയുന്നത് നമ്മൾ April 1 to March 31 എന്നുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയർ ആണ്. നമ്മൾ കലണ്ടർ ഇയർ എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് 2021-22 വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത് 2020-21 ഈ March 31 എക്സ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2019-20 എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടിലും 12.2% ആണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന GSDP എന്ന് പറഞ്ഞാൽ അത് 9,78,064 crores ആണ്. Total expenditure for 2020-21 is estimated to be rupees 1,44,265 crores, a 14.8% increase over the revised estimate of 2019-20. In 2019-20, the total expenditure is estimated to decrease by 11.5%. On bracket rupees 16,337 crores from the budget estimates. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സ്പെൻഡിച്ചർ 2020-21 നമ്മുടെ ചിലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,44,265 കോടി രൂപയാണ്. അത് 2019-20 നമുക്ക് ചിലവായതിനേക്കാട്ടിലും ഒരു 14.8%, 15% വർധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2019-20 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാട്ടിലും 11.5% കുറവ് മാത്രമാണ് നമുക്ക് ചിലവഴിക്കേണ്ടി വന്നത്. അതായത് 16,337 കോടി രൂപ കുറച്ച് മാത്രമാണ് നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചിലവാക്കേണ്ടി വന്നത്. അപ്പോൾ ടോട്ടൽ റെസീറ്റ്സ്
excluding borrowings, for 2020-21 are estimated to be rupees 1,14,970 crores, an increase of 15.6% as compared to the revised estimate of 2019-20. In 2019-20, the total receipts, excluding borrowings, are estimated to fall short of the budget estimate by rupees 16,233 crores, on bracket 14,000 percentage, on bracket 14% of the budget estimate. അപ്പോൾ നമ്മുടെ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ 2020-21 നമ്മൾ 1,14,970 കോടി രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 2019-20 റിവേഴ്സ് എസ്റ്റിമേറ്റ്, നമുക്ക് ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഒരു ചിലവും വരവും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സവിശേഷ സാഹചര്യങ്ങൾ പ്രമാണിച്ച് നമ്മൾ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും, ചിലപ്പോൾ ചിലവ് കുറവായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് എന്നുള്ളത് നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കോവിഡ് അതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു കലാമിറ്റീസോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന സമയത്ത് അത് റീ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ആ റീ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും 15.6% നമ്മുടെ വരുമാനം ലഭിച്ചത് 2019-20. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2019-2020 നമ്മൾ നമുക്ക് ലഭിച്ച റിവേഴ്സ് എസ്റ്റിമേറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച വരുമാനത്തെക്കാട്ടിലും 15.6% വർധനമാണ് 2020-2021 നമ്മൾ ബഡ്ജറ്റിൽ പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2019-2020 നമ്മുടെ വരുമാനത്തിൽ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നു. അതായത് 16,233 കോടി രൂപയുടെ 14% ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ അതിനെക്കാട്ടിലും നമ്മൾ 16,233 കോടി രൂപ നമുക്ക് വരുമാനം കുറവാണ് അതിൽ നമുക്ക് നേരിടേണ്ടി വന്നത്. അതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഫോർ 2020-21 ഈസ് ടാർഗറ്റഡ് അറ്റ് rupees 15,201 crore. Revenue deficit for 2020-21 is targeted at rupees 15,201 crores, or 1.6% of the GSDP. Fiscal deficit is targeted at rupees 29,295 crores, in bracket 3% of the GSDP. അപ്പോൾ നമ്മൾ റവന്യൂ കമ്മി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2020-21 പ്രതീക്ഷിക്കുന്നത് 15,201 കോടി രൂപയാണ്. അതായത് 1.6% GSDP-യുടെ. ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 29,295 കോടി രൂപയാണ്. അത് GSDP-യുടെ 3% ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റവന്യൂ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഇതര വരുമാനത്തിൽ കൂടെ ഇപ്പം പലവിധ നികുതികൾ, അതുകൂടാതെ ഇപ്പോൾ ലോട്ടറി, ഇതുപോലുള്ള പല വരുമാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന നികുതി, അതുപോലെ ഗവൺമെൻറ് മുടക്കിയിരിക്കുന്ന സിയാൽ, അതുപോലെ പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഗവൺമെൻറ്റിൽ കിട്ടുന്ന ഡിവിഡൻഡ്, KSFE മുതലായവയിൽ കിട്ടുന്ന ഡിവിഡൻറ്റുകൾ, ഇതൊക്കെയാണ് നമുക്ക് റവന്യൂ ഇൻകമായിട്ട് വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാലറി, പെൻഷൻ, അതുപോലെ പലിശ, നമ്മളെടുത്ത പലിശയുടെ തിരിച്ചടവ്. അപ്പോൾ എടുത്ത പലിശയുടെ തിരിച്ചടവ് ഇതൊക്കെയാണ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് റവന്യൂ ഇൻകം, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിലെ ഒരു നമ്മുടെ കറണ്ട് അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ കറണ്ട് അസറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമുക്ക് ഒരു ഷോർട്ട് ടേമിലേക്കാണ്, ഒരു വർഷത്തിൽ കുറവ് മാത്രം വരുന്ന ചിലവുകൾ വരുമാനമാണ് നമ്മൾ ഈ റവന്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ മാസം കൊടുത്താൽ നെക്സ്റ്റ് മന്തിൽ വീണ്ടും ലഭിക്കണം. അത് നമുക്ക് നീണ്ട നാളത്തേക്കുള്ളതല്ല. അതാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളത് ദീർഘനാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റോഡ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തേക്കല്ല, ചിലപ്പോൾ അടുത്ത 10 വർഷത്തേക്കായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ. ഒരു ഡാം നിർമ്മിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ വരുന്നെങ്കിൽ ഒരു 50 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ നമുക്കത് വളരെ ചിലവ് കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോഴും അത് പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. In 2021, the sectors of water supply, sanitation, housing and urban development, rural development and social welfare and nutrition saw the highest increase in allocations over the revised estimate of previous years. 2020-2021 വാട്ടർ സപ്ലൈ, അതുപോലെ സാനിറ്റേഷൻ, ഹൗസിംഗ്, ഇതിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ച ഒരു വർഷമാണ് എന്നുള്ളതാണ് ഈ PRS India ORG എന്നുള്ള അവരുടെ ഒരു അനാലിസിസിൽ പറയുന്നത്. പോളിസി ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പ്രപ്പോസൽസ്. ടാക്സ് റേറ്റ് ഓൺ മോട്ടോർ സൈക്കിൾ വാല്യൂ അപ് ടു rupees 2 lakh will be increased by 1% and motor cars for value up to rupees 15 lakh will be increased by 2%. അപ്പം 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ടാക്സ് 1%,
15 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ കാറുകളുടെ ടാക്സ് 1% നമ്മൾ പിന്നെ വർധനവ് ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ പിന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് അടുത്ത 5 ഇയേഴ്സിൽ ഒരു പിന്നെ ടാക്സ് എക്സംഷൻ നൽകുന്നുണ്ട്. ഗവൺമെൻറ് ഫെയർ വാല്യൂ അതിന് റിവൈസ് ചെയ്യുന്നുണ്ട് 10% ആയിട്ട്. ഇങ്ങനെയുള്ള ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ സെർട്ടൻ എമൗണ്ട് ഒക്കെ നമ്മൾ ദ്വിതീയ സ്കീം വരെ 4,000 crores, അതുപോലെ 500 megawatts ഇതുപോലുള്ള നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി നമ്മൾ മാറ്റിയിരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാം ഇതുപോലെ നമുക്ക് 1.5 ലക്ഷം പേർക്ക് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എംപ്ലോയ്മെൻറ്റ് നൽകാനായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എൻവിസേജ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിൽ. കേരളാസ് ഇക്കണോമിയെ കുറിച്ചുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഗ്രോത്ത് റേറ്റ് ഓഫ് കേരള GSDP at current prices has increased from 10.3% in 2017-18 to 11.6% in 2018-19. അതിനെക്കാട്ടിലും നമ്മൾ ഒരു വർഷത്തെക്കാട്ടിലും നമ്മൾ ഗ്രോത്ത് 11.6% ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 2018-19 അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് കോൺട്രിബ്യൂട്ടഡ് 11% കൃഷിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടായി. അതുകൂടാതെ നമ്മുടെ സെക്ടേഴ്സ് in 2018-19 അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് കോൺട്രിബ്യൂട്ടഡ് നമ്മുടെ കാർഷിക മേഖലയുടെ സംഭാവന നമ്മുടെ മൊത്ത വരുമാനത്തിൽ 11%, പിന്നെ നിർമ്മാണത്തിൽ മാനുഫാക്ചറിങ് 25%, അതുപോലെ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ IT, അതുപോലെ ഹോസ്പിറ്റൽസ്, ഇതുപോലെ നമ്മുടെ എല്ലാ സർവീസ് മേഖല പൊതുവെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ സർവീസിലാണ് നമ്മൾ കൂടുതൽ GDP-യുടെയും ഇപ്പം സ്റ്റേറ്റുകളിലാണ് GSDP കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പം ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണെങ്കിൽ ദ സെക്ടേഴ്സ് ഗ്രൂ ബൈ 11.6%, 11.6% ആൻഡ് 12.6% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അഗ്രികൾച്ചർ നമുക്കറിയാലോ ഗ്രോത്ത്, കാരണം ഒരു ലാൻഡ് പിന്നെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ലാൻഡ് ഉള്ള ഒരു നമുക്ക് ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അഗ്രികൾച്ചർ ഗ്രോത്ത് 0.6% മാത്രമേ ഉള്ളൂ. മാനുഫാക്ചറിംഗിലുള്ള ഗ്രോത്ത് 11.6%, 12.6% നമുക്ക് സർവീസിലുള്ള വർധനവ്. Per capita income. The per capita GSDP of Kerala in 2018-19 at the current prices was rupees 2,25,484. This is 11% higher than that in 2017 and 18. അപ്പോൾ 2017-2018 പീരീഡിനെക്കാട്ടിലും 11% നമ്മുടെ ആളോഹരി വരുമാനത്തിലുള്ള വർധനവ്. ഇപ്പോൾ 2,25,484 രൂപ നമ്മളൊരു വാർഷികം ഒരു വരുമാനം ഓരോ കേരളീയനുണ്ടെന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതാണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 20,000 rupees per month വരും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് നമ്മൾ അസസ് ചെയ്തിരിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2017 and 18, Kerala has one of the highest unemployment rates at 11.4% as compared to the All India unemployment rate of 6.1%. നമ്മുടെ തൊഴിലില്ലായ്മ നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ദേശീയ ശരാശരി 6.1%, പക്ഷേ കേരളത്തിൻ്റെ ശരാശരി 11.4%. അതായത് നമ്മുടെ ഒരു 3 കോടി ജനസംഖ്യയിൽ ഇപ്പോൾ എംപ്ലോയബിളായിട്ട് ഇപ്പോൾ സപ്പോസ് 2 കോടി ആളുകളുണ്ടെങ്കിൽ അതിൽ 20 ലക്ഷം പേരോളം തൊഴിൽ രഹിതരാണ്. അല്ലെങ്കിൽ തൊഴിൽ രഹിതർ ഇൻ ദ സെൻസ് നമുക്ക് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളതോ അല്ലെങ്കിൽ തക്കതായിട്ടുള്ള വരുമാനമോ ഇല്ലാത്ത ആളുകൾ എന്നുള്ളതാണ് ഈ പിന്നെ ബഡ്ജറ്റിൻ്റെ ഒരു അനാലിസിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Budget estimate for 2020-21. The total expenditure in 2020-21 is targeted at rupees 1,44,265 crores. This is 14.8% higher than the revised estimate of 2019-20. This expenditure is proposed to be met through receipts other than borrowings of rupees 1,14,970 crores and borrowings of rupees 29,242 crores. Total receipts for 2020-21 other than the borrowings are expected to be 15.6% higher than the revised estimate of 2019-20. അപ്പം 2019-2020 നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ചെയ്യുന്ന വരുമാനം 1,44,265 കോടി രൂപയാണ്. അത് 14.8%, കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ 14.8% ഹയറാണ്. അതിനകത്ത് നമ്മൾ നമ്മുടെ തനത് വരുമാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥത്തിലുള്ള പിന്നെ വരുമാനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,14,970 കോടി രൂപ ഇതിൽ മീറ്റ് ചെയ്യാമെന്നും 29,242 കോടി രൂപ നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോൺ എടുക്കേണ്ടി വരും എന്നുള്ളതുമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാതെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 15,201 കോടി രൂപയുടെ കുറവ് വരുന്നുണ്ട്. അത് നമ്മുടെ നേരത്തെ റിവേഴ്സ് എസ്റ്റിമേറ്റിനെക്കാട്ടിൽ 13% കുറവാണ്. അതായത് ഇവിടെ നമ്മൾ 2019-20 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന 8,770 crores ആയിരുന്നെങ്കിൽ പോലും നമുക്ക് റിവേഴ്സ് എസ്റ്റിമേറ്റിലൂടെ 17,474 കോടി രൂപയുടെ കമ്മി നമുക്ക് അനുഭവപ്പെടുകയും അത് നമ്മുടെ എസ്റ്റിമേറ്റിനേക്കാൾ 19.2% ആയിരുന്നു ഇത്. പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 15,201 crores ആണ്. അത് നേരത്തെ ഉള്ളതിനെക്കാട്ടിലും നമ്മുടെ ഈ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനെക്കാട്ടിലും 13.6%
0% കുറവാണ്. അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ GSDPയുടെ 1.5% ആണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ 29,295 കോടി രൂപയാണ്. അത് നമ്മൾ നേരത്തെ ഈ 26,186 ആയിരുന്നു നേരത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അതിനെക്കാട്ടിലും 11.9% നമുക്ക് കൂടുതലാണ്. അത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് GSDPയുടെ 3% വരുന്നുണ്ട്. നമുക്ക് ഒരു FRBM ആക്ട് ഉണ്ട്, അതിൽ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2003 നമ്മൾ നിലവിൽ വന്ന ഒരു ആക്റ്റാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അതെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ GDPയുടെ സെർട്ടൺ പെർസെൻറ്റേജിൽ നമ്മുടെ കമ്മി നിർത്തണം എന്നുള്ളതാണ് ആ ആക്റ്റിൽ നമ്മൾ എൻവിസേജ് ചെയ്തിരിക്കുന്നത്, നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മുമ്പൊക്കെ നമുക്കറിയാം ഈ കമ്മിയൊക്കെ വളരെയധികം വലിയ തോതിലാണ് നമ്മൾ ധനക്കമ്മിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫിസിക്കൽ പ്രൊഡൻസ് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കമ്മി ഒരു സർട്ടൻ അഡ്മിസിബിൾ പെർസെൻറ്റേജ് വരെ എത്തിയിട്ടുണ്ട്, ഏതാണ്ട് 3%. ഇപ്പോൾ കൊറോണ അതുപോലുള്ള കോവിഡ് പാൻഡമിക്കൊക്കെ കൊണ്ട് കുറച്ചൊക്കെ നമ്മളിൽ ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം കടമെടുക്കാനൊക്കെ നമ്മൾ കേന്ദ്രവും സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ സാഹചര്യം പരിഗണിച്ച് കടമെടുപ്പിൻ്റെ തോത് കൂട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം നമ്മളത് നമ്മുടെ GDPയുടെ സെർട്ടൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ GSDPയുടെ സെർട്ടൺ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ സ്വമേധയാ തന്നെ നമ്മളത് അതിൻ്റെ ആ ഒരു പരിധി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ഗവൺമെൻറ്റുകളും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും നമ്മൾ അതിലെ പലിശ അടച്ചതിന് ശേഷം എത്രയാണ് നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റ് എന്നുള്ളതാണ്. അത് 9,445 കോടി രൂപയാണ്. അത് നമ്മുടെ ഈ എസ്റ്റിമേറ്റ് റിവേഴ്സ് എസ്റ്റിമേറ്റിനെക്കാട്ടിൽ 21.8% ആണ്. അത് നമ്മുടെ GSDPയുടെ ഏതാണ്ട് 1% വരുന്ന തുകയാണ്. The state government provides compensation and assignments to local bodies and Panchayat Raj institutions in 2020-21. This amount is estimated to be rupees 9,758 crores. This is a 16% increase over the revised estimate of 2019-20. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഗ്രാൻഡ് ഏതാണ് 9,757 കോടി രൂപയാണ്. അത് മുമ്പ് മുൻ വർഷം നൽകിയിരുന്നതിനെക്കാട്ടിലും 16% കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ 2020-21 is proposed to be rupees 14,428 crores, which is an increase of 58.1% over the revised estimate of 2019-20. നമ്മൾ 14,428 കോടി രൂപയാണ്. 14,428 കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് 1,40,000-ൽ നമ്മുടെ വരുമാനം ഉണ്ടാകുമ്പോൾ നമുക്ക് 14,428 കോടി രൂപ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നത്. അത് എങ്കിൽ പോലും 2019-2020 58.1% വർധനമാണ്. അത് നല്ലൊരു സൈനാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് നമുക്ക് ഈ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ നമുക്ക് നിലനിൽക്കുന്ന ആസ്തികൾ നിർമ്മിക്കുന്നത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വഴിയാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ അതുപോലെ ഗ്രോത്തൊക്കെ വരുന്നത്. പക്ഷേ പൊതുവായിട്ട് നമ്മുടെ നികുതി വരുമാനത്തിന് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ചിലവുകൾ നമ്മുടെ ആവശ്യങ്ങൾ അതുപോലെ ചിലവുകൾ ഇതിൻ്റെയൊക്കെ വർധനവ് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും നമുക്ക് പെൻഷൻ, അതുപോലെ ശമ്പളം, മുൻകാല കടങ്ങളുടെ തിരിച്ചടവ്, ഇതിനൊക്കെയാണ് നമുക്ക്. അതുപോലെ നമ്മുടെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, മറ്റുള്ള വാർദ്ധക്യകാല പെൻഷൻ, ഇതുപോലുള്ള പല കാര്യങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് നമ്മുടെ അതിൻ്റെ ചിലവുകളൊക്കെ മീറ്റ് ചെയ്ത്. ഇതുപോലുള്ള ഒരു ഗവൺമെൻറ്റിന് വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വളരെയധികം നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിൽ നമുക്ക് നീണ്ടനാൾ നിലനിൽക്കുന്ന ആസ്തി വർധനവിന് വേണ്ടിയിട്ട് നമുക്ക് മുടക്കാനായിട്ടുള്ള ഒരു ചിലവിൻ്റെ നമുക്ക് അതിൻ്റെ വരുമാനത്തിന് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും തുക മാത്രമൊക്കെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാറ്റി വയ്ക്കാൻ സാധിക്കാറുള്ളൂ. Capital expenditure includes expenditure affecting the asset and liability of the state. Capital outlay, the expenditure, the expenditure which leads to creation of assets such as bridges and hospitals, repayment and grant of loans by the state government. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ ഔട്ട്ലേ, അതായത് പുതിയ റോഡുകൾ, അതുപോലെ ഈ പാലങ്ങൾ, ഹോസ്പിറ്റൽസ് ഇതൊക്കെ നിർമ്മിക്കാനായിട്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജസ്, മെഡിക്കൽ കോളേജസ് ഇതൊക്കെ നിർമ്മിക്കാനായിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഔട്ട്ലേ വരുന്നത്. അതുകൂടാതെ ഗവൺമെൻറ് വാങ്ങിയ കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനൊക്കെ നമ്മൾ ഗ്രാൻറ്റുകൾ വാങ്ങിക്കാറുണ്ട്. അത് ചിലത് തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചടച്ചതും ഒക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Kerala's capital outlay for 2020-21 is estimated to be rupees 12,913 crore, which is 61% higher than the revised estimate 2019-20. അതിനെക്കാട്ടിലും നമ്മൾ 2019-2019 60% കൂടുതലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. 12,913 കോടി രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ ഔട്ട്ലേ ആയിട്ട് നമ്മൾ അതിൽ ഇയർ മാർക്ക് ചെയ്തിരിക്കുന്നത്.
The capital outlay towards water supply, sanitation, housing and urban development is estimated to be increased by rupees 912 crores, an increase of 261%. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേ ഇതിൽ വാട്ടർ സപ്ലൈക്ക്, സാനിറ്റേഷൻ, ഹൗസിംഗ്, അർബൻ ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ നമ്മൾ 912 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 3 മടങ്ങോളം, 2.5 മടങ്ങോളം വർധനമാണ് റിവേഴ്സ് എസ്റ്റിമേറ്റിനെക്കാട്ടിലും. Revenue expenditure for 2021 is proposed to be rupees 1,29,837 crores, which is an increase of 11.4% over revised estimates of 2019-20. This expenditure includes payment of salaries, interest payment, etc. നമ്മുടെ റവന്യൂ ചിലവെന്ന് പറഞ്ഞാൽ 1,29,837 കോടി രൂപയാണ്. അത് പിന്നെ നമ്മുടെ മൊത്ത വരുമാനം എന്ന് പറയുമ്പോൾ 1,44,265 കോടി നമ്മുടെ GSDP 9,78,064 കോടി രൂപയാണ്. അപ്പം ഈ നമ്മുടെ 9,78,064 രൂപ കിട്ടുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഈ 14,428 കോടി രൂപ ഈ ഇതുകൊണ്ട് മാറ്റി വയ്ക്കേണ്ടി വരുന്നത്. നമുക്ക് 9 ലക്ഷത്തി ഏതാണ്ട് 10 ലക്ഷത്തോളം കിട്ടുമ്പോഴും നമുക്ക് ഈ 14,428 കോടി രൂപ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. അതേസമയം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ സാലറി, പെൻഷൻ മുതലായ പലിശ തിരിച്ചടവ് ഇതിനൊക്കെ 1,29,800, അതായത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഏതാണ്ട് 10 മടങ്ങോളം നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിന് മാറ്റി വയ്ക്കേണ്ടി വരാറുണ്ട്. അത് മുൻ വർഷത്തെക്കാട്ടിലും 11.4% കൂടുതലാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 14,428 കോടി രൂപയാണ്. അത് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ മുമ്പത്തെ പ്രീവിയസിനെക്കാട്ടിലും റിവേഴ്സ് എസ്റ്റിമേറ്റിനെക്കാട്ടിലും അന്ന് 9,926 കോടി രൂപയാണ്. അതിനെക്കാട്ടിലും 58% കൂടുതലാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാറ്റി വെച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ഔട്ട്ലേക്ക് അതിനകത്ത് പുതിയതായിട്ട് നമ്മൾ ആസ്തി വർധനവ് വേണ്ടിയിട്ട് 12,913 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മുൻ വർഷത്തേക്കാളിലും 65% കൂടുതലാണ്. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ 1,16,517 കോടി രൂപയാണ് 2019-20 ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ നമുക്ക് 1,29,837 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അത് മുൻ വർഷത്തേക്കാട്ടിലും 11.4% കൂടുതലാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നതിനകത്ത് ഡെറ്റ് റീപേയ്മെൻറ്റ്, നമ്മൾ കടം തിരിച്ചടവ് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 24,878 കോടി രൂപയാണ് അടുത്ത വർഷത്തെ ഈ ബഡ്ജറ്റിൽ നമ്മൾ അടുത്ത വരുന്ന ഒരു വർഷത്തേക്ക് തിരിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻ വർഷം നമ്മൾ 43,735 കോടി രൂപ അടച്ചു. പക്ഷേ ഇതിനകത്ത് 43% കുറവാണ് നമ്മൾ മുൻ വർഷത്തേക്കുള്ള അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, നമ്മൾ വാങ്ങിച്ച കടത്തിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നത് 19,850 കോടി രൂപയാണ്. അത് മുൻ വർഷത്തേക്കാളും 7.7% കൂടുതലാണ്. അപ്പം ബഡ്ജറ്റിനെക്കാട്ടിലും റിവൈസ് എസ്റ്റിമേറ്റിനെക്കാട്ടിലും 28.1% കുറവാണ് ഇതിനെല്ലാം നമുക്ക് വരുന്ന ചിലവുകൾ എന്ന് പറഞ്ഞാൽ മുമ്പ് 62,169 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 44,720 കോടി രൂപ മാത്രമാണ് വരുന്നത്. അടുത്ത നമ്മൾ ഓരോ സെക്ടറിൽ മാറ്റി വെച്ചിരിക്കുന്ന എത്ര തുകകൾ എന്നുള്ളതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ 20,827 കോടി രൂപ, അങ്ങനെ പലതിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറഞ്ഞിട്ട്, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, പോലീസ്, ഇതുപോലെ പോലീസിന് 3,781 കോടി രൂപ, ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോളിന് 1,167 കോടി രൂപ, ഇതൊക്കെയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ സ്റ്റേറ്റ് typically includes expenditure on payment of salaries, pensions and interest. A larger proportion of budget allocated for committed expenditure items limits the state's flexibility to decide on other expenditure priorities such as capital investment. അപ്പോൾ നമ്മൾ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് എന്താണ് നിർബന്ധമായിട്ട് അവർ നടപ്പിലാക്കേണ്ട അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിലേക്ക് ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൻ്റെ അളവ് തോത് കൂടുന്തോറും നമുക്ക് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള അതിൽ നമുക്ക് കുറയ്ക്കേണ്ടി വരും നാച്ചുറലി. അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ബഡ്ജറ്റ് അലോക്കേറ്റഡ് ഫോർ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഐറ്റംസ് ലിമിറ്റ്സ് ദ സ്റ്റേറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വരുമാനത്തിൽ നമ്മൾ ഇപ്പോൾ കടമെടുത്തു, നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് 10,000 രൂപയാണ് നമ്മുടെ വരുമാനം, 5,000 രൂപ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ കടമെടുത്തതിൻ്റെ ബാക്കി നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ള ചിലവുകൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചേ പറ്റൂ. ഇപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ 5,000 രൂപ മാറ്റി വയ്ക്കേണ്ട, നമ്മൾ നിർബന്ധമായിട്ട് മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളത് നമ്മൾ കടമെടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ആ ഫ്ലെക്സിബിലിറ്റി കുറയും എന്നുള്ളതാണ്. In 2020-21, Kerala is estimated to spend 73,845 crores on committed expenditure. അതായത് 2020-21 നമ്മൾ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലൂടെ 73,845 കോടി രൂപ നമ്മൾ നിർവഹിക്കാൻ ബാധ്യസ്ഥമാണ്. അതായത് പേയ്മെൻറ്റ് ഓഫ് സാലറീസ്,
പെൻഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ പിന്നെ സാലറി പെൻഷൻ നമ്മളെടുത്ത പലിശയുടെ പിന്നെ നമ്മളെടുത്ത് ലോണിൻ്റെ പലിശ അടയ്ക്കുക. ഇതിനൊക്കെ നമ്മൾ ഏതാണ്ട് 73,845 കോടി രൂപ അടുത്ത ഈ 2020-21 കാലഘട്ടത്തിൽ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥമാണ്. അത് 2019-2020 70,903 കോടി രൂപയെക്കാട്ടിലും 4% കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ സാലറീസ് ഫോം ദ ഹയസ്റ്റ് കോമ്പോണൻറ്റ്. ഈ ഇത്രയും നമ്മൾ അടയ്ക്കുന്നതിൽ 45% നമുക്ക് സാലറി കൊടുക്കാനും ആണ് കൂടുതൽ വരുന്നത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സാലറിക്കാണെങ്കിൽ നമ്മൾ ഈ പിന്നെ 70,000 കോടി രൂപയിൽ ഈ 73,845 കോടി രൂപയിൽ 33,025 രൂപ സാലറി നൽകാനും 20,970 കോടി രൂപ പെൻഷൻ നൽകാനും പലിശ തിരിച്ചടവിന് വേണ്ടിയിട്ട് 19,850 കോടി രൂപയും അത് പിന്നെ മുൻ വർഷങ്ങളെക്കാൾ 4.1 മുൻ വർഷത്തേക്കാൾ 4.1% കൂടുതലാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ കേരളത്തിന് നൽകുന്നതനുസരിച്ച് ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഇതനുസരിച്ച് യൂണിയൻ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പിന്നെ 15,237 കോടി രൂപ കേരളത്തിന് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ലോക്കൽ ബോഡി ടാക്സിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും 2,726 കോടി രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടോട്ടൽ റവന്യൂ റെസീറ്റ്സ് ഫോർ 2020-21 are estimated to be rupees 1,14,636 crores. 1,14,636 കോടിയാണ് നമ്മൾ റവന്യൂ റെസീറ്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അത് മുൻ വർഷത്തേക്കാളും 15.7% കൂടുതലാണ്. The total revenue receipts for 2020-21 are estimated to be rupees 1,14,636 crores, an increase of 15.7% over the revised estimate of 2019-20. Of this 82,007 crores, 72% of the revenue receipts crore will be raised by the state through its own resources. ഇതിനകത്ത് ഇത്രയും ഈ 1,14,736 കോടി രൂപയിൽ 82,007 കോടി രൂപയും നമ്മൾ ഓൺ റിസോഴ്സിലൂടെയും ആണ് നമ്മൾ പിന്നെ അത് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 32,629 കോടി രൂപ 28% ഓഫ് റവന്യൂ റെസീറ്റ്സ് അത് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് നൽകുന്ന ഗ്രാൻഡിലൂടെയും മറ്റ് ഡെവല്യൂഷനിലൂടെയും ഡിവോൾവ് ബൈ ദ സെൻറ്റർ അവർ നൽകുന്ന സംസ്ഥാനങ്ങൾ വിഭജിച്ച് നൽകേണ്ട ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് 32,629 കോടി രൂപ 28% റവന്യൂ റെസീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്രേക്കപ്പാണ്. കേരള ഹാസ് എസ്റ്റിമേറ്റഡ് ടു ജനറേറ്റ് 50,070 crores ത്രൂ നോൺ ടാക്സ് റിസോഴ്സസ് ഇൻ 2020-21. Of this, rupees 11,570 crore is estimated to be come from state lotteries. അപ്പോൾ 15,070 കോടി രൂപ നികുതിയേതര വരുമാനത്തോടെ നമ്മുടെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ 17,570 കോടി രൂപയും നമ്മൾ പിന്നെ ലോട്ടറിയിലൂടെയാണ് നമ്മൾ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് തനത് നികുതി വരുന്നത് 67,470 കോടി രൂപ, നികുതിയേതര വരുമാനം 14,857 കോടി രൂപ, 14,587 കോടി രൂപ, സ്റ്റേറ്റ് സെൻട്രൽ ടാക്സിൽ വരുന്ന നമുക്ക് കിട്ടേണ്ട വരുമാനം എന്ന് പറഞ്ഞാൽ 20,935 കോടി രൂപ, കേന്ദ്രത്തിന് ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ 17,694 കോടി രൂപ, അങ്ങനെ 1,14,636 കോടി രൂപയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അതിൽ നമ്മൾ കടമെടുക്കേണ്ടി വരുന്നത് 29,242 കോടി രൂപ, മറ്റുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ 342 കോടി രൂപ. അങ്ങനെയാണ് നമ്മുടെ മൊത്തം വരുമാനം 1,44,212 കോടി രൂപ. അല്ല GSTയിലൂടെ നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് 32,388 കോടി രൂപ, സെയിൽ ടാക്സും വാറ്റിലൂടെയും 29,263 കോടി രൂപ, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയിലൂടെ 2,801 കോടി രൂപ, സ്റ്റാമ്പ് ഡ്യൂട്ടിയിലൂടെ 4,306 കോടി രൂപ, ടാക്സസ് ഓൺ വെഹിക്കിളിലൂടെ 3,968 കോടി രൂപ, ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റിയിലൂടെ 75 കോടി രൂപ, ലാൻഡ് റവന്യൂയിലൂടെ 376 കോടി രൂപ. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഓഫ് rupees 15,201 crores, 1.6% ഓഫ് GST. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15,201 കോടി രൂപയാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാത്ത ഒരു ഇതാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ വഴിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത്
റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ട് വരുന്നത്. അതനുസരിച്ചിട്ട് 2020-2021 കേരള വിൽ റിസീവ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഓഫ് ₹15,323 crores. നമ്മുടെ ഈ കമ്മി കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരവും ചിലവും തമ്മിലുള്ള അന്തരം അത് 29,295 കോടി രൂപയാണ്. അത് നമ്മുടെ 3% GSDPയുടെ. അപ്പം ഇതിൽ FRBM നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് 3%. അത് നമ്മുടെ ലിമിറ്റ്. ഇപ്പോൾ ലിമിറ്റ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കൊറോണയൊക്കെ ഭാഗമായിട്ട് ലിമിറ്റ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. Outstanding liabilities is the accumulation of borrowings over the years. In 2020-21, the outstanding liabilities are expected to be 30.1% of the GSDP. അപ്പോൾ നമ്മുടെ കടബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം വരുമാനത്തിന് 30% നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് നമുക്ക് കടമുള്ളതായിട്ടാണ്. അതേതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 30.1% നമ്മുടെ GSDPയുടെ കടം ഉള്ളതായിട്ടാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഉള്ളതായിട്ടാണ്. അതിൽ നമുക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകിയിരിക്കുന്നത് 26,384 കോടി രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഇതിൻ്റെ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് 2022-23 അത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് 29.2 ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022-23 റവന്യൂ ഡെഫിസിറ്റ് 1.14%, ഫിസിക്കൽ ഡെഫിസിറ്റ് 3%, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് 29.6% ആയിരിക്കും ഉണ്ടാവുക. ഇത് ഓരോ ഇയേഴ്സിൽ നമ്മുടെ എന്താണ് GSDP, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതൊക്കെയാണ്. Kerala has allocated 14.6% of its expenditure on education in 2021. നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ 14.6% നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുകയാണ്. 5% ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറിന് വേണ്ടി 5.2% അങ്ങനെ നമ്മൾ നീക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ സംസ്ഥാനങ്ങളുടെയും എത്രയാണ് നമുക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് കിട്ടുന്ന വരുമാനം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്നുള്ളതാണ്. അതിൽ ആന്ധ്രാപ്രദേശിന് 37,156 കോടി രൂപയും കേരളത്തിന് 16,616 കോടി രൂപ, മധ്യപ്രദേശിന് 67,439 കോടി രൂപ ഇങ്ങനെ ആണ് വരുന്നത്. ഉത്തർപ്രദേശ് അതുപോലെ ഒറീഷയ്ക്ക് 39,486 കോടി രൂപ. അതൊക്കെ നമുക്ക് അതിൻ്റെ വരുമാനത്തിൻ്റെ അവരുടെ പോപ്പുലേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ആണ് അതിനകത്ത് വരുന്നത്. പോപ്പുലേഷൻ കൂടിയ സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ്റെ ആനുപാതികമായിട്ടും ഒക്കെ ആയിരിക്കും. അതിൽ കമ്മീഷൻ്റെ ഒരു തീരുമാനമാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ ബീഹാറിന് 86,039 കോടി രൂപയുണ്ട്. പഞ്ചാബിന്, രാജസ്ഥാൻ 57,133. ഏതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തമിഴ്നാട്ടിനാണെങ്കിൽ 37,823 രൂപ. കേരളത്തെക്കാട്ടിലും ഏതാണ്ട് കേരളത്തിലെ 2 മടങ്ങിന് വലുപ്പമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവർക്ക് 35,803 കോടി രൂപ, കേരളത്തിന് 16,616 കോടി രൂപ. ഇതാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഈ ഫിനാൻസ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ നമുക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതുകൂടാതെ തുടർന്ന് വീഡിയോ ചെയ്യാനായിട്ട് അത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ, നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ നമുക്ക് വിവരം ലഭിക്കുന്നത് ഗൂഗിൾ സെർച്ചിലൂടെ. അങ്ങനെ കൂടുതൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളിലാണ് സെർച്ച് ചെയ്ത് പഠിക്കുക. അതുകൂടാതെ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോയിലൂടെയോ ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.